അത് പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. സി ഐക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ അല്ലല്ല പറയുന്നത്, നമ്മൾ കോടതി കൊടുത്തോളാം, ഇയാളടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ തരം താഴ്ന്ന ഒരു ജീവി, അതായത് പട്ടിക്ക് പിന്നെയും വിലയുണ്ട്, പട്ടിയെക്കാട്ടിയും തരം താഴ്ന്ന ഏതോ ഒരു ജീവിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവസാനം അവർ വല്ല വിഷമടിച്ച് ചാവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ഇത്രയെങ്കിലും ജീവൻ വെള്ളം കുടിച്ച് കിടക്കുമെങ്കിൽ ഈ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അതാണ് ജനങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ചിട്ട് ജനങ്ങളെ കുനിച്ചേർത്ത് ഇടിക്കുകയും ഈ പോലീസുകാർ കാണിച്ചിട്ടുണ്ടാവും. പോലീസുകാർ നമ്മൾ ഒരു സഹായത്തിൽ ചെന്നപ്പോൾ ഒന്നും യാചിക്കുന്ന പോലെയാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് പോലും അവർ കളിയാക്കിയാണ് വിട്ടത്. ഞാൻ പറഞ്ഞു 2 പേപ്പറെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചോളൂ എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞ് വേറെ പിന്നെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ അങ്ങനെ ഭയങ്കര തെറ്റിന് കൂട്ടായിട്ടാണ് നിൽക്കുന്നത് പോലീസുകാർ. കോടതി പറഞ്ഞിട്ട് പോലും കോടതിയെ മോഹവില പോലും എടുക്കുന്നില്ല. കോടതി അവിടെ കിടന്ന് പറയിട്ട് ഇവർക്ക് പോലീസുകാർക്ക് തോന്നിയ ദിവസം പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ പോയെന്ന് ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് വന്നത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് നേരെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് സ്റ്റേഷൻ്റെ അകത്ത് ചെന്നപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അകത്ത് സംഭവിച്ചത്? സ്റ്റേഷനിലകത്ത് ചെന്നപ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത് ഞാൻ കയറിപ്പോയി. അവിടെ പാറാവുകാരുടെ അടുത്ത് ചോദിച്ചു, സി എ ഉണ്ടോയെന്ന് ചോദിച്ചു. എന്തെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേസിൻ്റെ ഏതുവരെ അന്വേഷണം എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടെ ഇരുത്തിയിരുന്നു. ഒരു 10 മിനിറ്റോളം ഇരുത്തി. കുറേ കഴിഞ്ഞ് സി എ അകത്ത് വിളിപ്പിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ആരും ഇല്ലെങ്കിലും സാറ് ഒരു മീറ്റിങ്ങിലാണെന്നാണ് പറഞ്ഞത്. മീറ്റിങ്ങിലാണെന്ന് നല്ലതായിരുന്നു. സാറ് അവിടെ ഇരുത്തിയിരുന്നു. അവിടെ ഇരുത്തിയിരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, വന്നോടനെ കയറിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചാനലുകാരായിട്ട് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചാനലുകാർ അവിടെ ഉള്ളതുകൊണ്ടും നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എത്തിയ സമയത്ത് നിങ്ങളവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ചാനലുകാരും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എത്തിയോണ്ടായിരിക്കും അവർക്ക് ഭയങ്കര പ്രതിഷേധമായിരിക്കും. ചാനലുകാരെന്ന് പറയുമ്പോൾ ഇത് പുറത്ത് വിടുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഇത് കൂടാതെ 2-3 പ്രാവശ്യം പോയിട്ട് ചാനലുകാരും ഇല്ലായിരുന്നു. അപ്പോഴൊന്നും അവർ നല്ല രീതിയിൽ വന്ന ഉടനെ കയറിയിരിക്കാൻ പറഞ്ഞ് സാറ് ഉടനെ വിളിപ്പിച്ചു. ഇന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ശിക്ഷ തന്നു. കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞ് എന്താണ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് അകത്ത് വിളിപ്പിച്ചിട്ട് എന്താണ് കാര്യമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഇങ്ങനെ കോടതിയിൽ സാറ് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സാറ് പറഞ്ഞു കോടതിയിൽ പോയി നോക്കാൻ പറഞ്ഞു. കോടതിയിലെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കോടതിയിൽ നിന്ന് ആ പേപ്പറെല്ലാം എടുത്തു നോക്കിയിട്ട് എൻ്റെ പേപ്പറിൽ എൻ്റെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളും പിന്നെ അന്നത്തെ ദിവസം ഡ്യൂട്ടി എടുത്തിട്ടുണ്ടെന്നുള്ള പേപ്പറും പിന്നെ എൻ്റെ പരാതി, ആദ്യം കൊടുത്ത പരാതി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ലെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ആകെ 2 പേപ്പർ. നിങ്ങൾ കൊടുത്തതിൻ്റെ ഒരു കേസ് അന്വേഷിച്ചതോ അല്ലെങ്കിൽ എൻ്റെ കേസ് അന്വേഷിച്ചാണ് 2 പേപ്പർ. 2 പേപ്പർ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കൊടുത്ത പരാതി, രണ്ടാമത് കൊടുത്ത പരാതി, ആദ്യം 10:30 കൊടുത്ത പരാതി, പിന്നെ 7 മണിക്ക് കൊടുത്ത പരാതി മാത്രമേ ഉള്ളൂ. കേസെടുക്കണമെന്ന് പറഞ്ഞ് 10:30 പരാതി കൊടുത്തിട്ട് അവരൊരു വകയും വയ്ക്കാത്തതുകൊണ്ടാണ് വിശദമായിട്ട് അന്നത്തെ ഇൻസിഡൻറ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ള ഇൻസിഡൻറ്റ് മൊത്തം എഴുതി കൊടുത്ത് 7:30 കൊടുക്കുകയാണ്. 2 പരാതിയാണ് കൊടുത്തത്. ഒരു പരാതിയില്ല, 2 പരാതിയാണ് കൊടുത്തത്. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ പരാതി മാഡം തന്നതിന് ശേഷമൊന്നും ഞാൻ 10:35 പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് ആ കേസ് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ കോടതിയിലല്ലേ താങ്കൾ കേസ് ഫയൽ ചെയ്ത്, കോടതിയല്ലേ നമ്മളെ കൊണ്ട് കേസ് എടുക്കാൻ പറഞ്ഞത്, അല്ലാതെ തൻ്റെ കേസ് നമ്മളിവിടെ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ലാതെ അത് നിങ്ങൾ കേസ് കൊടുത്തിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അടുത്ത മറുപടി എന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ കേസ് എടുക്കാത്തതുകൊണ്ടല്ലേ ഞാൻ കോടതിയിൽ പോയത്. അത് പറഞ്ഞത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. സി ഐക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ അല്ലല്ല പറയുന്നത്, നമ്മൾ കോടതി കൊടുത്തോളാം, ഇയാളടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഞാനാണ് പരാതിക്കാരൻ ഞാനാണ്. അപ്പോൾ പരാതിക്കാരൻ എനിക്കറിയാനുള്ള റൈറ്റ് ഇല്ലെന്ന് കേട്ട്. അത് നിങ്ങൾ വക്കീൽ അല്ലേ പറഞ്ഞു വിട്ടത്, അപ്പോൾ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു 2 പേപ്പറെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചോളൂ എന്ന് കേട്ട്. അപ്പോൾ പറഞ്ഞു വേറെ പിന്നെ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ അങ്ങനെ ഭയങ്കര അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഞാൻ ഇതുവരെയ്ക്കുമായിട്ട് അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് നല്ല ബിഹേവിയർ ആയിരുന്നു. ഇപ്പം ഇന്ന് തൊട്ട് മോശമാണ്. എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും പരാതി, എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഇവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പേരിൽ നിന്ന് എന്തെങ്കിലും വിഴുന്നിട്ട് ഇവർക്കത് എടുത്തിട്ട് എൻ്റെ പേരിൽ കേസെടുക്കാനാണ് നടപടി. ഈ കേസിനെതിരായിട്ടോ ഈ കേസുമായിട്ടോ ഇവർ അന്വേഷിക്കുന്നില്ല. രണ്ടും ഒരു സർക്കിളിലുള്ളതാണ്.
മ്യൂസിയം സ്റ്റേഷനും കണ്ടോൺമെൻറ്റ് സ്റ്റേഷനും ഞാൻ അന്വേഷിച്ചറിഞ്ഞാണ്. അപ്പോൾ ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നമ്മുടെ MLAയും മേയർ അവറുകളും അവരെ ഇതെന്ന് വെച്ചാൽ ഇത്ര വരും ഫയൽ, യദുവിനെതിരായിട്ടുള്ള ഫയലുകൾ ഇത്രയുമുണ്ട്. അവർ കൊടുത്ത കംപ്ലൈൻറ്റിൽ അവർ അന്വേഷിച്ച് വച്ചിരിക്കുന്നത് കേസ് ഫയൽ ഇത് കോടതി കൊടുത്താൽ മാത്രം മതി, ബാക്കി അന്വേഷിച്ച് വച്ചിരിക്കുന്നത് ഇത്രയും ഉണ്ട്. ഇത്രയും ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ യാത്രക്കാരൻ്റെ മൊഴി, സുബിൻ്റെ മൊഴി, DVR, അതായത് KSRTCയുടെ മറ്റേ മോണിറ്റർ പോലെ ഇരിക്കില്ലേ, മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് DVRലല്ലേ നമ്മൾ മെമ്മറി കാർഡ് ഇടുന്ന സാധനം ഉള്ളത്. അവർ പറഞ്ഞ ഒരു TV കാണിച്ചില്ലേ, ആ DVR, പിന്നെ ക്യാമറ ക്ലിപ്പിങ്സ്, CCTV എല്ലായിടത്തെ CCTV ക്യാമറ ക്ലിപ്പിങ്സ്, പിന്നെ രഹസ്യമൊഴി, ഇതെല്ലാം അതിലുണ്ട്. രഹസ്യമൊഴിയൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല, രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്, അത് കോടതിയിൽ തന്നെ ഉണ്ട്, അത് രഹസ്യമൊഴിയല്ലേ. നിങ്ങൾ ഈ കണ്ട പേപ്പറിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. പിന്നെ സാക്ഷികൾ, ആ സാക്ഷി ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ കുറേ സാക്ഷികളുണ്ട്. നിങ്ങളത് സ്റ്റേഷനിൽ സർക്കിളിൽ എടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇതുപോലെ? ഞാൻ പറഞ്ഞു ഇത്രയും ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുമാതിരി എൻ്റെ കളിയാക്കും പോലെ ചിരിച്ചിട്ട് പറഞ്ഞ് അത് ഞാൻ കോടതി കൊടുത്തോളാം, നിങ്ങളെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ടോ സാറേ? ഞാൻ എന്നിട്ട് രണ്ടാമത് ചോദിച്ചാൽ പരാതിക്കാരൻ്റെ അവകാശമാണ് ഈ കാര്യങ്ങൾ തിരക്കുക എന്നുള്ളത്. വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ടോ? ഈ 1, 2, 3 പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 3 പ്രതികൾ വേറെ വെളിയിൽ നിൽക്കുകയാണ്, അതിൽ ഒരാളെ പേര് പോലും അറിഞ്ഞൂടാ. ആ ആളെ കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ സാധിക്കാത്തതുകൊണ്ടാണ്, അല്ലെ പിടിപാടും ഈ ഒരു ഇതിൽ ഇരിക്കുന്നവരായതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ തരം താഴ്ന്ന ഒരു ജീവി, അതായത് പട്ടിക്ക് പിന്നെയും വിലയുണ്ട്, പട്ടിയെക്കാട്ടിയും തരം താഴ്ന്ന ഏതോ ഒരു ജീവിയായിട്ടാണ് അവർ കണക്കാക്കിക്കുന്നത്. ഇവനെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഒരു പാർട്ടിക്കാരും ഇല്ല, ഒരു സംഘടനയിലും ഇല്ല. ഇവരൊക്കെ ഓരോ ചാനലിലും ഓരോരുത്തരും അവർ പറയുന്നുണ്ട്, ഓരോ ആൾക്കാർ പറയുന്നത് സംഖ്യയായിരുന്നെങ്കിൽ എപ്പോഴേ സംഘത്തിലെ BJP ആയാലും ആൾക്കാർ ഇടപെട്ടാനെ, കോൺഗ്രസ് ആയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ ഇടപെട്ടാനെ. ഒരു പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു പാർട്ടിക്കാരും വരുന്നില്ല. പക്ഷേ ഞാൻ CIT യൂണിയനിലും SFIയിലും DFIയിലും ഉണ്ടായിരുന്നെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാത്തത്. പക്ഷേ ഇവരിത് ചെയ്യുന്നത് പാർട്ടിയുടെ മുഖം നാശമാവും. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുള്ളവർ ക്രിമിനൽ ചെയ്തിട്ട് തെറ്റുകാരല്ലെന്ന് വരുത്തി തീർക്കുമ്പോൾ പാർട്ടിക്ക് അത്രയും മുഖം രക്ഷിക്കണം. ഇവരെ ആദ്യം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, ഈ പദവിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തി കേസ് അന്വേഷണത്തിന് വിധേയമാക്കണം. കേസ് അന്വേഷണത്തിന്, അതായത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സർക്കിൾ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ എന്തായി, അത് ലാസ്റ്റിൽ എന്തായി? നിങ്ങൾ കോടതിയിൽ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ തന്ന മറുപടി വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പൊക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള മറുപടിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് ചോദിക്കാനുള്ള അധികാരം ഇല്ല, അവർ കോടതിയുടെ അടുത്ത് മാത്രമേ പറയുള്ളൂ. ഈ 2 പേപ്പറെ നിങ്ങൾക്കുള്ള ഞാൻ ചോദിച്ചു, ഇത് 2 പേപ്പറല്ലേ ഉള്ളൂ, അവരുടെ അടുത്ത് പറയാനല്ലേ പറ്റുള്ളൂ. നമ്മളിനി നമ്മൾ എന്തെങ്കിലും ശബ്ദമെത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി SIയെ മോശമായിട്ട് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ XIയുടെ കൃത്യനിർവഹണത്തിന് കേസെടുക്കുകയോ, CI കൃത്യനിർവഹണത്തിന് കേസെടുക്കുകയോ ചെയ്യും. സംഭവം ഞാൻ അവിടെ നിരാഹാരം കിടന്നാലും ഞാൻ സ്റ്റേഷൻ ഉപരോധിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസെടുക്കാനാണ് അവരുടെ ഉദ്ദേശം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ എന്തെങ്കിലും വീഴുന്ന ഞാൻ അത്രയും മാത്രം പ്രതികരിച്ച് പോകും. സാധാരണമായിട്ടുള്ള ഞാൻ സാധാ ഒരു വ്യക്തിയാണ്, അപ്പം ഞാൻ പ്രതികരിച്ച് പോകും. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും കൂടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും എൻ്റെ കൂടെ നിന്ന് ഇത് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഒരുപാട് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. സപ്പോർട്ട് ഈ ചാനലിലൂടെയും മീഡിയാസിലൂടെയും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നേരിട്ട് ആരും ഒരു പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ ഒരു ഇതിനോ വരൂല. എന്താണെന്ന് വെച്ചാൽ ഇനി അവർക്കും പേടിയാണ്, അവരവരുടെ കാര്യമില്ലേ. നാളെ ഒരു കാലത്ത് ഇപ്പം ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും പറയുന്നത്, ഇപ്പോൾ കണ്ടവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലായിരിക്കും, സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതായത് അമ്മയ്ക്ക് വരണമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് വെച്ചാൽ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട്, നമുക്ക് ജീവിക്കാൻ വകയില്ല, ഒരു ജോലി പോലും ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. അങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മേഡമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറേ നാൾ ഇതിനൊരു അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഞാൻ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇവരെന്നെ വിളിക്കാറില്ല, കേസ് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറില്ല.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലും മാസത്തിലും ഒരിക്കൽ പോയി നോക്കുന്നുണ്ട്. ഇവരെന്നെ ഒരുമാതിരി കളിയാക്കിയാണ് വിടുന്നത്. ഇതുവരെയും കളിയാക്കി വിട്ടില്ല. ഇന്ന് കാര്യമായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് കളിയാക്കിയാണ് വിട്ടത്. ബാക്കിയുള്ള പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെയാണ്? ബാക്കിയുള്ളവരൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? CA അല്ലേ അതിൻ്റെ മെയിൻ. CAയുടെ അടുത്താണ് ചോദിച്ചത്. CA ഒരിതുമില്ല. CA അവരെ പക്ഷമാണ്. അപ്പോൾ ഈ കോടതിയിൽ അപ്പോൾ ഇനിയിപ്പോൾ കേസ് ഇനി നടന്നുകൊണ്ടിരിക്കുകയല്ല, അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് എന്തിനാണ് അടുത്തത്? എന്താ ഇനിയിപ്പോൾ എന്ന് വിളിക്കും അല്ലെങ്കിൽ എന്നായിരിക്കും? അതൊക്കെ അപ്ഡേഷൻ നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചാലേ അറിയുള്ളൂ. ഞാൻ കോടതിയായിട്ട് ഞാൻ പോയി എന്നെ വിളിപ്പിക്കുമ്പോൾ വക്കീൽ പറഞ്ഞിട്ട് പോകുന്നല്ലാതെ എനിക്ക് അതിൻ്റെ അപ്ഡേഷൻ അറിഞ്ഞുകൂടാ. വക്കീല് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം 27-ാം തീയതിയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു ഓർമ്മ. ഇതിന് ഒരു തീരുമാനങ്ങളും ആവുന്നില്ല. ഇപ്പം തീരുമാനം ആവുന്നുണ്ടല്ലോ. മാഡത്തിന്റെ കാര്യം എല്ലാം തീരുമാനം ആവുന്നുള്ളൂ. 1.5 മാസമായി ഇതിങ്ങനെ നീണ്ടു നിൽക്കണം. നിങ്ങൾക്ക് നമുക്ക് അതായത് നമ്മൾ ഒന്നീ മാഡത്തിനെ കയറ്റി ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉയർന്ന റാങ്കിലിരിക്കുന്ന ആരെങ്കിലും ആവണം. അതേ പറ്റുള്ളൂ. അല്ല താഴ്ന്നവന്മാരെ എന്നും ചവിട്ടിത്താക്കാനേ ആളുകളുള്ളൂ. ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് നിൽക്കുകയാണ്. നമ്മുടെ പോലീസിന് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാ തൊഴിലാളിയൊക്കെ ദ്രോഹമായിട്ടാണ് ചെയ്യുന്നത്. KSRTCക്ക് ശമ്പളം തരും, 1-ാം തീയതി ശമ്പളം തരുമെന്ന് പറഞ്ഞ് അത് എന്നെ ബാധിക്കണ കേസല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ KSRTC കുറച്ച് കാലം 2 വർഷമായാലും ജോലി ചെയ്തിട്ടുള്ളത്. എനിക്കും ഇത് തന്നെ അവസ്ഥ. ശമ്പളം വരാതെ നമ്മളൊക്കെ കുടുംബങ്ങളെ നമ്മൾ അഡീഷണൽ വേറെ വല്ല ജോലിക്കും കൂടെ പോയാലേ നിവർത്തിയുള്ളൂ. അല്ലാതെ ഈ ശമ്പളം പ്രതീക്ഷിച്ച് ചെയ്യുന്ന അടുത്ത കടത്തിന് മേൽ കടമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരുപാട് അതായത് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് കമൻ്റ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യമാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയുടെ ആ ഒരു പെരുമാറ്റം. ഒരിക്കലും ആരും ചിന്തിക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ. കാര്യം പുള്ളി ഇപ്പോൾ വേറെ ആരോ എന്നൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. മന്ത്രി ആവുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി അവരെ കൂടെ ഇറങ്ങി ചെല്ലുന്നു. ഇപ്പോൾ ടിപ്പർ ലോറിക്കെതിരായിട്ടായാലും ആർക്കെതിരായിട്ടാലും മുഖം നോക്കാതെ ഉടൻ ആക്ഷനാണ്. പക്ഷേ നിങ്ങളെ കാര്യം വന്നപ്പോൾ പുള്ളി അങ്ങ് കൊണ്ട് തിരിഞ്ഞു. അത് ജനങ്ങൾ ഒരുപാട് പേര് കമൻ്റ് അയച്ച് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയത്, മഞ്ഞനല്ല അവർ വിചാരിച്ചത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു മാറ്റം? ഞാനും വിചാരിച്ചത് ഇങ്ങനെയല്ല സാർ. ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്ത് യാത്രക്കാരെ വിളിച്ച് കോൾ ലിസ്റ്റ് എടുത്ത് അന്ന് റിസർവേഷൻ ഉള്ളവരെ എല്ലാവരും വിളിച്ച് ചോദിച്ചിട്ട് യദുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കി, തെറ്റില്ലെന്ന് ചാനലിലൂടെ പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് സാറ് പെട്ടെന്ന് പറഞ്ഞ് യദുവും തെറ്റുകാരാണെന്ന് ഒരു നടി വന്നപ്പോൾ പറഞ്ഞ്. ഇന്നേ വരെ എൻ്റെ അടുത്ത് വിളിച്ച് എന്താണ് കാര്യം, ന്യായമായിട്ടുള്ള കാര്യമാണോ, യദു ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് പോലുമില്ല. അതായത് സാറിന് ഇപ്പം ആരോ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെ സാറ് നിൽക്കുക. നടി വന്ന് പറഞ്ഞു ഓക്കെ ശരി, അതുകൊണ്ടായിരിക്കും. പക്ഷെ നടി ഇപ്പം എവിടെ? നടിയെ കാണാനില്ലല്ലോ. അവർക്കൊരു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതവും ഇതല്ലേ നോക്കേണ്ട. അതുകൊണ്ട് അവരെ ആ രീതിക്ക് പോയി കാണാം. അവർക്ക് ജോലിയും കാര്യങ്ങളും ഉണ്ട്, അവരെ കാര്യത്തിന് അവർ പോയി കാണും. അത് ഒരു ഇതിന് വേണ്ടിയിട്ട്, ഇവർക്കൊരു പിടിവലിക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നതാണ്. യവൻ പൊതുവെ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ, അതായത് യവൻ ഇങ്ങനത്തെ സ്വഭാവമുള്ളവനാണ്, ഇങ്ങനെ സംസാരിക്കുന്നവനാണ് എന്ന് വരുത്തി തീർക്കാം. പക്ഷേ ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് നാളെ ഒരു കാലത്ത് ഈ പറയുന്ന ആൾക്കാർക്കും തിരിച്ചുണ്ടാവാം. അപ്പോഴും ചാനലിൽ വരും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാണുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് ന്യായമായിട്ടുള്ള കാര്യത്തിനാണ് എനിക്ക് ഇത്രയും കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പം നിങ്ങൾ ഒന്നിനും പോകാൻ പറ്റുന്നില്ല, ഇതിനൊന്നും തീരുമാനമാവുന്നില്ല, ഒന്നിനും. ഞാൻ പറഞ്ഞില്ലേ, അതല്ലേ ഞാൻ മൊത്തത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് പറഞ്ഞതും. സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് ഒരുപാട് ആൾക്കാർ പൈസ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരുമുണ്ട്. എനിക്ക് വിശ്വാസം ഇതേപോലെ ചില ചാനൽ വഴി തരുന്ന ആൾക്കാർ മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആളുകളൊക്കെ തരാൻ വേണ്ടിയിട്ട് വില്ലിങ്ങാണ്. പക്ഷെ നമുക്ക് പേടിയാണ് ഇവരെങ്ങനെ പെടുത്തു എന്നുള്ള അറിഞ്ഞൂടാ. ഈ മേഡമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനം, നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ പണവും പദവിയൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഗതികേടാണ്. ഒരു പാവപ്പെട്ടവനുണ്ടാകുന്ന ഗതികേടാണ്. എന്ന് വെച്ചാൽ പാവപ്പെട്ടവനെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷെ പാവപ്പെട്ടവനായാലും ഈ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ആൾക്കാരെ വോട്ട് കൊണ്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ പാർട്ടികളും മുന്നോട്ട് പോണതും പിന്നോട്ട് വരുന്നതും എല്ലാം നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ. ആ ആൾക്കാർ ധൈര്യമായിട്ട് അവരെ ഒരു ഇതൊന്നും പറഞ്ഞു, അവരെ ഒരു പ്രശ്നമൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എന്നെ ഒറ്റയ്ക്കാണെങ്കിൽ അവർ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇന്ന് പോയപ്പോഴും ഞാൻ അങ്ങോട്ട് വല്ല ഹാപ്പിയിൽ പോയതാണ്. തിരിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടി, ഞാൻ തിരിച്ച് വരികയും ചെയ്തു.
കാര്യം ഈ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പം അവര് മീഡിയാസും ജനങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ കൈകാര്യം ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുന്നത്. അവരെന്ന് അതായത് എന്ന് ഇതിൽ നിന്ന് മീഡിയാസ് മാറും എന്ന് നോക്കിയിരിക്കുന്നതാണോന്നും അറിയത്തില്ല. ആണ് അത് വ്യക്തമാണ്. അവസരം അറിയത്തില്ല, അവസരം കാത്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ ജനങ്ങൾ ഇറങ്ങണമെന്നാണ് ജനപ്രക്ഷോഭം വേണമെന്നാണ് ഞാൻ പറയണത്. എന്നുവെച്ചാൽ ഞാനെന്നുള്ള ഒരു വ്യക്തിയെ വേണ്ട, നാളെ ഒരു കാലത്ത് അവർക്കും വരുമെന്നുള്ള ഇതിൽ അവരിറങ്ങണമെന്നാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരായാലും ഇടപെട്ടാലും മതി. പാർട്ടിക്കാർ ജനങ്ങളുമായിട്ട് ഈ കൂടിയാലോചിച്ച് ചെയ്യണമെന്നാണ് പറയണത്. ഇന്ന് ഞാൻ നാളെ നിങ്ങളെന്നുള്ള അവസ്ഥയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിടിപാടും ആൾബലവും ഈ തൻ്റെ ഇടവും ഈ പൈസയൊക്കെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് റൈറ്റ് ഇല്ലേ? ഇതിനെ കുറിച്ച് വക്കീലിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു ഇന്നത്തെ സംഭവം? ഇല്ല ഞാൻ വിളിച്ച് പറഞ്ഞില്ല. ഇന്നത്തെ സംഭവത്തിൽ ഇന്ന് മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞില്ല കേസ് എന്താണെന്നോ ഏതാണെന്നുള്ളത്. പോകുന്ന കാര്യം വിളിച്ചായിരുന്നു? പോകുന്നെന്ന് പറഞ്ഞു, പോയി ചോദിക്കാൻ പറഞ്ഞു. വക്കീൽ പോയി ചോദിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, കുത്തിയിരിക്കാൻ പറഞ്ഞു. കുത്തിയിരുന്നുണ്ടെങ്കിൽ അവന്മാർ പിടിച്ചെന്നെ അകത്താക്കും. അകത്താക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ പോലീസുകാർ പിടിച്ച് അകത്താക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അകത്ത് കിടക്കേ അവർക്ക് അത്രയും എളുപ്പമാണ് ഇടിച്ച് സമ്മതിപ്പിക്കുക. അതിനുള്ള തീരെ നിവർത്തിയില്ല, ഞാൻ പോകും. എന്തായാലും ചത്താലും ജീവിച്ചാലും ഒന്നും പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് അവിടെ പോയി ഇരിക്കും. ഇനി എനിക്ക് ജനങ്ങൾ പോലും എനിക്ക് സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങും, ഒറ്റയ്ക്ക് പോയിരിക്കും, ചാവാൻ തയ്യാറായിട്ട് തന്നെ പോയിരിക്കും. എന്തായാലും എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ വരെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞുള്ളതാണ്. ഒറ്റയ്ക്കായാലും നമുക്ക് തെണ്ടി എങ്ങനെ ജീവിക്കാം. മെഡിക്കൽ കോളേജിൽ നമ്മുടെ പാർട്ടിയുടെ ഊണെങ്കിലും ഉണ്ട്. അപ്പോൾ അതെങ്കിലും കഴിച്ചെങ്കിലും മെഡിക്കൽ കോളേജ് ആ ഭാഗത്ത് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ ശരി. കൊച്ചുണ്ടല്ലോ, നമ്മളെ പ്രതീക്ഷിച്ച ഒരു കൊച്ചില്ലേ, തള്ളയില്ലാത്ത കുട്ടിയാണ്. അതന്ന് പറഞ്ഞിട്ട് പോലും മാഡത്തിന് ഒരു അമ്മയെന്നൊരു പരിഗണന പോലും കൽപ്പിക്കാതെയാണ് എൻ്റെ കൊച്ച് എന്നുള്ള ഇതിൽ ഒരു മേയർ എന്ന് പറയുമ്പോൾ അങ്ങനെ പാടില്ല. പക്ഷെ ഇത് അന്ന് ആ രാത്രി നിങ്ങളെ വിളിച്ച് ഇതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് അന്ന് തീരാനുള്ള ഒരു പ്രശ്നം മാത്രമായിരുന്നു. പക്ഷെ ഇത് മാഡം അതുപോലെ മേയറിന് അതൊന്നും പറ്റത്തില്ല, നിങ്ങളെ ശിക്ഷിച്ചേ പറ്റുള്ളൂ. അത് വേറെ ഒന്നുമല്ല, ഞാൻ അന്നേ പറയുന്നുണ്ട്, ഈഗോയുടെ കാര്യമാണ്. അത് മേയറാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെന്നുള്ള വ്യക്തമാണ്. ഞാൻ തിരുവനന്തപുരംകാരൻ നിയമംകാരനായിട്ട് തമലത്ത് കിടക്കുന്ന മേഡത്തിന് അറിഞ്ഞുകൂടെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും മേഡത്തിന് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളായാലും നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് നിർബന്ധം. എന്നെ ആരും അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല, എന്നെ അറിയണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. എന്നെ എല്ലാവരും അറിഞ്ഞുകൊള്ള ഞാൻ ഇങ്ങനെ മേയർ പ്രശ്നത്തിലുള്ള ആളാണ്, മേയർ ഞാനും കൂടെയാണ് അവിടെ വിഷയം നടന്നതെന്ന് ഞാൻ മിക്കവാറും ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. നമ്മളങ്ങനെയാണ്. നമ്മൾ സാധാ ജനമാണ്, സാധാ ജനങ്ങളെ കൂടെ നിൽക്കുകയാണ്. ഇന്ന് എന്തായാലും പ്രശ്നങ്ങളുണ്ടായ നാളെ അവർക്കും വരാം എന്ന് കരുതിയാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ എനിക്കിത് ആരെങ്കിലുമൊക്കെ പോയോ ഒരുപാട് പേരെ പാർട്ടിക്കാരെ കണ്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് എൻ്റെ പ്രശ്നം ഒഴിച്ച് എനിക്ക് പോവാം. പക്ഷേ ഇങ്ങനെ ഒരു അഹംഭാവവും ഈ തൻ്റെ ഇടവും ഈ ജോലിയുടെ ഈ പദവി, അതായത് അധികാര ദുർവിനിയോഗം എന്ന് പറയും, അത് ചെയ്യുന്ന ആൾക്കാർ പാടില്ല. നമ്മുടെ വോട്ട് കൊണ്ട് നമ്മളെ ഓരോ ജനങ്ങളെ വോട്ട് കൊണ്ട് നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ വോട്ടും ടാക്സും കൊടുത്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് ഈ ശമ്പളം കൊടുത്തിട്ട് പോലും ഈ KSRTC പോലും നേരെ ശമ്പളം കിട്ടില്ല. മിക്കവാറും ഈ കോർപ്പറേഷനിൽ തൂക്കാൻ നടക്കുന്ന ചേച്ചിമാർക്ക് കറക്റ്റ് ശമ്പളമുണ്ട്. കുറച്ച് കാണുകയല്ല, അവർ ചെയ്യുന്ന ജോലി വൃത്തിയുള്ള നമ്മളെ പോലെ തന്നെയാണ്. അവർ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകുന്നത്, അവർക്ക് പോലും ശമ്പളം കിട്ടും. ഈ റോഡിൽ കിടന്ന് ഈ പൊരി വെയിലത്ത് ഈ എഞ്ചിൻ്റെ ചൂടിൻ്റെ ഈ പണിയെടുക്കുന്ന നമ്മളെപ്പോലെ ആളുകളെ വായിരിക്കുന്ന അടികളും വാങ്ങിച്ച് ഇതേപോലെ ബസ്സുകൾ തടയുന്നു. മേയർ കാരണം ഇപ്പം കുറേ കേസുകളായി. കുറേ KSRTC ബസ്സിനെ കാറുകാരന്മാർ കൊണ്ടുവന്ന് തടയുകയും അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസിലൊക്കെ വന്നതാണ്. അപ്പോൾ ഇവരൊരു റോൾ മോഡലാണ്, ഗുണ്ടായുസത്തിന് റോൾ മോഡൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാരൻ കൊണ്ട് തടഞ്ഞപ്പോൾ അവനപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ രീതിയിലോട്ട് പോയിട്ടുണ്ട്. അത് അവൻ സാധാരണപ്പെട്ടവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മേയറിനെ പോലെയല്ല. ഇപ്പം മേയറിനെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദവിയിലിരിക്കുന്ന ആളോ ആയിരുന്നെങ്കിൽ കേസെടുത്തേനെ. ഇന്നലെ തന്നെ ഞാനൊരു പയ്യനെ പരിചയപ്പെട്ടു, മെഡിക്കൽ കോളേജ് റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടുന്ന പയ്യൻ. ആ പയ്യൻ പറയണ മെഡിക്കൽ കോളേജ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന പയ്യൻ. അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഒരു DGPയുടെ വണ്ടി എന്തോ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചു, എന്നിട്ട് അവൻ്റെ പേരിൽ കേസ് 2000 രൂപ പിറ്റി. എന്ത് കാലമാണ്! ബാക്കിൽ കൊണ്ട് ഇടിച്ച ഡ്രൈവറിൻ്റെ പേരിൽ കേസ് എടുത്തേക്കുന്നത്. അതായത്
ഈ പ്രൈവറ്റ് ബസ് ഓടിച്ച് പോയതിൻ്റെ ബാക്കിൽ നിന്ന് DGP എന്തോ കാറ് കൊണ്ടുവന്ന് ഇടിച്ചത്. എന്നിട്ട് DGP അവൻ്റെ പേരിൽ കേസെടുത്തേക്ക്. അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തും ആവാം. നമ്മളെ പോലെയുള്ള പാവങ്ങൾ. ഇനി ഞാൻ പറയുന്നത് പാവപ്പെട്ടവരൊക്കെ ഇലക്ഷന് വന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. ഇലക്ഷന് വന്ന് നിന്നിട്ട് പാവപ്പെട്ടവരെ കാര്യം മുന്നോട്ട് പോവുക. ഒരു പാർട്ടി അനുഭാവിയാവാതിരുന്നാൽ മതി. ഒരു പാർട്ടിയിൽ അനുഭാവിയാവാതെ നമ്മൾ ജനങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് നല്ല ഒരു ഏരിയയിൽ നല്ല ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണം. പാർട്ടിയൊക്കെ അവർ ജനങ്ങളെ കൂടെ അല്ല നിൽക്കുന്നത്, ജനങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഏത് പാർട്ടിയായാലും ഞാൻ പറയുന്നതാണ്, ഇപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്ന പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസവും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ്. പക്ഷേ ഞാൻ പാർട്ടിയെ തള്ളി പറയുന്നില്ല. ഇതേപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്, MLA മേയറേയും പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ പകുതി ഇതിൽ നിന്ന് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാൽ പാർട്ടി നന്നാവും, നമ്മുടെ സമൂഹവും കേരളവും മൊത്തത്തിൽ നന്നാവും. പാർട്ടിയിലെ ഇപ്പം പോരായ്മ കണ്ടെത്താൻ നടക്കുന്നില്ലേ, ഇതൊക്കെയാണ് പോരായ്മ. ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് പാർട്ടിയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ആ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ആളായതുകൊണ്ട് ഒരിക്കലും ഞാൻ പാർട്ടിയെ കുറിച്ച് ഞാൻ സംഗീതം അവർ ഘോരം പറയുന്നു. ഇതുമായിട്ട് ബന്ധമില്ലാത്ത, ഞാൻ ഏത് പാർട്ടിയെന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരാണ് ഈ. സംഖ്യയായിരുന്നെങ്കിൽ ഇപ്പൊ BJP-ക്കാർ ഈ വിഷയത്തിൽ മിണ്ടാതെ ഇരിക്കുമോ? പിന്നെ നല്ല രീതിയിൽ BJP-ക്കാർ. ഞാൻ കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസ്സുകാർ ഇടപെടൂലേ? ആരും ഇടപെടുന്നില്ലല്ലോ, ഒരു പാർട്ടിക്കാരും ഇടപെടില്ല. ജനപ്രക്ഷോഭം വേണമെന്നാണ് ഞാൻ പറയണത്. എന്നെപ്പോലെ പാവപ്പെട്ടവൻ്റെ മേളിൽ കുതിര കയറാൻ സമ്മതിക്കരുതെന്നാണ്. എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല. ഇത് ഒരു വലിയൊരു പോരാട്ടമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും നിൽക്കണമെന്ന്. നിങ്ങളുടെ വിജയം സാധാരണക്കാരൻ്റെ ഒരു വിജയമാണ് സത്യം പറഞ്ഞാൽ. വിജയമാണ്, പക്ഷെ വിജയിക്കാൻ ഇവർ സമ്മതിക്കില്ലല്ലോ. പാടെന്ന് വെച്ചാൽ ഇവർ ഒരു പാർട്ടിയിൽ വിശ്വാസം ഉള്ള ആൾക്കാരായതുകൊണ്ട് പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പാർട്ടിയിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിലൊരു പിടിപാടില്ല. ഞാൻ ഇപ്പോഴും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാൽ ഇത് പുറം ലോകം അറിയില്ല. ഏത് പാർട്ടിയിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ പുറം ലോകം അറിയില്ല, അത് അവിടെ തീർന്നേനെ. പക്ഷെ ഞാൻ ഈ രണ്ടാമത് വിളിച്ച് സോൾവ് ചെയ്യണ സമയത്തും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്ന സമയത്ത് മാഡം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ ഇത് ഇത്രത്തോളം എത്തൂലായിരുന്നു. എന്നുവെച്ചാൽ നീ കൊണ്ടുവന്ന് കേസ് കൊടുന്നാണ് പറഞ്ഞത്. ആ വോയിസിൽ നിങ്ങൾ കേട്ടായിരുന്നു. കാര്യം ആ അധികാരത്തിന്റെ ഒരു ഹുങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നീ കൊണ്ട് കേസ് കൊടു, നമുക്ക് അത് കാണാം എന്നാണല്ലോ പറയാം. കേസിന്റെ വഴിക്ക് പോട്ടെ. അതായത് അവർക്കറിയാം എന്നെ കൊണ്ടൊരു കേസ് കൊണ്ടുപോയാലും ഇപ്പോൾ അവരെ സൈഡിലെ നിയമവും നീതിയൊക്കെ നിൽക്കുകയുള്ളൂ, പോലീസുകാർ ഉൾപ്പെടെ നിൽക്കുകയുള്ളൂ എന്നുള്ള അവർക്കറിയാം. അവർക്ക് നല്ല രീതിയിൽ അറിയാം, പോലീസുകാർ ഉൾപ്പെടെ അവരെ കൂടെ നിൽക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ ഈ കേസ് ഇപ്പോൾ എങ്ങും എത്താത്ത രീതിയിൽ ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നീണ്ടു പോവുക എന്നാണ് അവരുടെ ലക്ഷ്യം. എന്താണെന്ന് വെച്ചാൽ അവർ ഇനി എത്ര വർഷമുണ്ടല്ലോ, അവർ ഇനി 16 മാസം കൂടെ ഉണ്ട്. 16 മാസം കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർ ആ മാസവും കൂടെ തള്ളി നീക്കി പോകാൻ വേണ്ടിയിട്ടാണ് അവരെ ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിപ്പോൾ അകത്തുനിന്ന് പാർട്ടിയിൽ നിന്ന് അകത്തുനിന്നായാലും പേഴ്സണലായിട്ടായാലും ഞാൻ അറിഞ്ഞ കേസ് അങ്ങനെയാണ്. ഇത് അവർ വിചാരിച്ച എത്ര വേണം നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ദ്രോഹിക്കുക, ഇവൻ ജോലിയും കൂലിയില്ലാതെ എത്ര മാസം, പാവപ്പെട്ടവരെ എത്ര മാസം ജോലിയും കൂലിയില്ലാതെ നടക്കും. അവസാനം അവൻ വല്ല വിഷമടിച്ച് ചാവാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തായാലും ഇത്രയെങ്കിലും ജീവൻ വെള്ളം കുടിച്ച് കിടക്കുമെങ്കിൽ ഈ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ ഇത് വക്കീലിനെ ഏൽപ്പിക്കും, ഒപ്പിട്ട് ഏൽപ്പിക്കും, വക്കീൽ നടത്തിക്കോളും. വക്കീൽ കട്ടക്ക് തന്നെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്തിരി സമാധാനമുണ്ട്. എനിക്ക് ഒരു വക്കീലല്ല, 2 വക്കീലുണ്ട്. ഒന്ന് അശോക് സാറും ഒന്ന് മൃദുൽ സാറുമാണ്. മൃദുൽ സാറെന്ന് വെച്ചാൽ നമ്മുടെ KSRTCയുടെ TDF എന്ന് പറഞ്ഞ സംഘടനയുണ്ട് KSRTCക്ക്. അപ്പോൾ ആ സംഘടനക്കാരെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു എന്താണ് കേസ് എന്നൊക്കെ തിരക്കി, സംഘടനയിലെ ആൾക്കാർ വന്ന് തിരക്കി പറഞ്ഞെങ്കിലും അവർ പറയുന്നത് കേസിൻ്റെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസയും കാര്യങ്ങളും അവർ കൊടുത്തേക്കാം. ആ വക്കീലിനെ തയ്യാറാക്കി തന്നു. ശരിയാണ്, 2 വക്കീലുണ്ട് എനിക്ക് നിലവിൽ. അപ്പോൾ 2 വക്കീലും കൂടെ അവർ കൂടിയാലോചിച്ച് കാര്യങ്ങൾ ആലോചിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വക്കീൽ നമ്മുടെ അശോക് സാറ് മാത്രമല്ല, മൃദുൽ സാറും കൂടെ ഉണ്ട്.
അപ്പോൾ പുള്ളി ഇപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അല്ല സാറ് ഒരു ഭാഗം ഈ സാറ് ക്ലിയർ ചെയ്യും, ഒരു ഭാഗം ആ സാറും കൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഈ 2 വക്കീലും കുറേ ജനങ്ങൾ മാത്രമേ എന്നെ കൂടെ ഉള്ളൂ. നിയമസഹായത്തിന് പോലീസുകാർ കൂടെ ഇല്ല. പോലീസുകാർ പാവപ്പെട്ടവരെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവർ ഇതിന് തെറ്റിന് കൂട്ടായിട്ടാണ് നിൽക്കുന്നത്. പോലീസുകാർ കോടതി പറഞ്ഞിട്ട് പോലും കോടതിയെ മോഹവില പോലും എടുക്കുന്നില്ല. കോടതി അവിടെ കിടന്ന് പറയിട്ട് ഇവർക്ക് പോലീസുകാർക്ക് തോന്നിയ ദിവസം പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയണത് ഒന്നീ കോടതി നേരിട്ട് ഇടപെടുക, ഞാൻ പറയണതെന്ന് വെച്ചാൽ ജനങ്ങളെ ഒന്നി ഇടപെടുക, അല്ലെങ്കിൽ കോടതി നേരിട്ട് കേസെടുക്കാനും അല്ലെ അന്വേഷണ സംഘത്തിനെ അങ്ങ് മാറ്റുക. എന്തായാലും പോലീസുകാരാണ് അടുത്ത അന്വേഷണ സംഘം മാറ്റിയാലും പോലീസുകാർ തന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ CBI വിട്ട് അന്വേഷിക്കാന്ന് വെച്ചാൽ അത്രയും വലിയ കേസൊന്നുമല്ല. CBI വിട്ട് അന്വേഷിക്കും അങ്ങനെ വലിയത് കേസൊന്നുമല്ല. പോലീസുകാരിൽ നല്ല ആൾക്കാരുണ്ട്. ഇത് പക്ഷേ ഈ ഒരു ഇത് ഇരിക്കുന്നതുകൊണ്ടാണ് ഭരണം അവരെ കയ്യിലായതുകൊണ്ട് ഭരണം ഈ മാഡം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തെറ്റ്. എന്നെ പോലെ ഞാനും പാർട്ടിയിലുള്ള ആളല്ലേ. ഞാൻ ഇത്രയും മാത്രം ഇത് അത്രയ്ക്കുമുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലോക്കലിലൊന്നും. ഞാൻ കോളേജ് എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ മാത്രമേ ഞാൻ പാർട്ടിയെ മുറുകെ പിടിച്ച് പോയിട്ടുള്ളൂ. അല്ല, ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കൊച്ചു കുട്ടികൾക്ക് അറിയാം. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ CCTVയിൽ വരെ ഉണ്ട്. പക്ഷേ ഇത് അവർ പോലീസ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ മനസാക്ഷി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയണത് നമ്മളെ മുഖ്യമന്ത്രി സാറിനും അല്ലാതെ ബാക്കിയുള്ള ഇവിടെ പറയുന്നില്ലേ ഓരോ MP ആയാലും സത്യസന്ധമായിട്ട് മനസാക്ഷിയെ മുൻനിർത്തി മക്കളെ മുൻനിർത്തി, അവർക്കും മക്കളുണ്ട് കുടുംബമുണ്ട്, മുൻനിർത്തി നോക്കിയാൽ മതി ആരാണ് തെറ്റിയാരെന്നുള്ളത്. സുഖമായിട്ട് തെറ്റ് ചെയ്തവർ അവിടെ കിടന്ന് വിലസുകയും ഇവിടെ വെള്ളം കുടിക്കാൻ വകയില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് ഇറുവുകയും ചെയ്യുകയും അവരെ പാർട്ടിയിലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നുമില്ല. നാളെ എന്നും ഈ പാർട്ടിയും എന്നും നമ്മൾ മന്ത്രിമാരോ അല്ലെങ്കിൽ നമ്മൾ MLA യോ മേയറോ ആയിട്ട് ഇരിക്കുന്ന ജനങ്ങൾ വിചാരിച്ചാൽ മതി. ഒരു സെക്കൻഡിലാണ് ജനം വിചാരിച്ചല്ലോ തെറ്റ് ആരുടെ ഭാഗത്ത് ജനങ്ങൾക്ക് നല്ലോണം മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അത് അവര് തിരുത്തണമെന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിന്നാല് പാർട്ടിയുടെ മുഖമാണ്. ഇപ്പൊ ഇലക്ഷൻ തന്നെ കണ്ടില്ലേ, ഞാൻ പറയുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലെ വികൃതമാവുകയാണ് മുഖം ഇവരൊക്കെ. കാരണം ഇവരെയൊക്കെ നിയമസഭ ഇലക്ഷൻ വരെയാണല്ലോ, അപ്പോഴും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. കാര്യം ഇവര് മേയർക്കെതിരെ ഒരു ആക്ഷൻ പാർട്ടി ഇപ്പോൾ എടുത്താൽ പാർട്ടിക്ക് നല്ലൊരു പേര് വരും, അത് ഉറപ്പാണ്. കാര്യം ജനങ്ങൾക്കറിയാം സത്യം. ഒരു കൊച്ചിനെ അവർ ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇവരെല്ലാവരും കൂടെ ആരെയാണ് മണ്ടന്മാരാക്കുന്നത് എന്ന് നമുക്കറിയില്ല. ആരെയാണ് മണ്ടന്മാരാക്കുന്നതല്ല, സ്വയം മണ്ടരാവണം. ഞാനൊരു കാര്യം പറയട്ടെ, ജനങ്ങൾ മണ്ടരാവുന്നില്ല, ജനങ്ങളെല്ലാം മനസ്സിലായി. അവര് സ്വയം മന്ദബുദ്ധികളാവുകയാണ്. സ്വയം മണ്ടന്മാരായിട്ട് കാര്യമില്ല. വിവേകത്തോടെ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇലക്ഷനിൽ ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ അടുത്ത വിരളത്തുമ്പിലാണ്. ഒരു വിരളത്തുമ്പിലേ ഉള്ളൂ. ഞാൻ ഈ പ്രാവശ്യം കൂടെ വോട്ടിടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കേസിന് ശേഷം എനിക്ക് വോട്ടിടാൻ തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇതാണ് കാര്യം. നമ്മൾക്ക് നീതിയില്ലാത്ത കാലത്ത് എന്തിന് നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ചിട്ട് നാളെ കാലത്ത് നമ്മളെ വന്ന് പാടല് ചവിട്ടി നമ്മളെ കുനിച്ചീർത്തി ഇടിക്കാനാണ്? അതാണ് ജനങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ചിട്ട് ജനങ്ങളെ കുനിച്ചീർത്തി ഇടിക്കുകയും ഈ പോലീസുകാർ കാണിച്ചേണ്ട. പോലീസുകാർ നമ്മൾ ഒരു സഹായത്തിന് ചെന്നപ്പോൾ ഒന്നും യാചിക്കുന്ന പോലെയാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ട് പോലും അവർ കളിയാക്കിയാണ് വിട്ടത്. CA അത്രയ്ക്ക് നല്ല സ്നേഹത്തോടെ ചിരിച്ച് അന്ന് സംസാരിച്ചപ്പോൾ ഇത്രയും വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് രീതിയിലാണ് സംസാരിച്ചത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് പെരുമാറ്റം, അങ്ങനെയാണ്. പാവപ്പെട്ടവന്മാർ പോയി കഴിഞ്ഞാൽ നീതി കിട്ടൂല. അവരെ ചവിട്ടി ഓടിച്ച് തല്ലി ഓടിച്ച് എവിടെയെങ്കിലും മൂലയിൽ ഇട്ടിട്ട് ഇടിച്ച് സമ്മതിപ്പിക്കുക. അതാണ് നമ്മളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ നല്ല പോലീസുകാരന്മാരുണ്ട്. നല്ല പോലീസുകാർ നിസ്സാരം നോക്കിക്കൊണ്ടാൽ നല്ല പോലീസുകാരന്മാർ നല്ല രീതിയിൽ മരിക്കുന്നുണ്ട്. ഇതേപോലെ തോന്നിയ ദിവസം കാണിക്കുന്നത് തൂങ്ങിച്ചാവുക, വിഷമടിക്കുക, ആക്സിഡൻ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട. ദൈവമുണ്ട്, മേളിൽ ദൈവമുണ്ട്, കുറേ ജനങ്ങളുണ്ട്. ദൈവത്തിൽ വിശ്വാസം എനിക്കുണ്ട്. ഇവരെങ്ങനെയൊക്കെ മാറ്റി തിരിച്ചാലും ദൈവത്തിൽ വിശ്വാസമുണ്ട്, ജനങ്ങളിൽ വിശ്വാസമുണ്ട്, കോടതിയിൽ വിശ്വാസം. പിന്നെ എനിക്ക് പാർട്ടിയിലും വിശ്വാസമുണ്ട്. പാർട്ടിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. സമയം കഴിഞ്ഞിട്ടില്ല. പാർട്ടി അത് തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പാർട്ടിയെ കുറ്റം പറയില്ല, ഒരു പാർട്ടിയും. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആദരിച്ചതും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ. അതായത് നമ്മളെ അച്ചുമാമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, അതായത് തോമസ് ഐസക് സാറിന് പോലും എന്നെ അറിയാം.
എന്നെ അറിയാം, കോളേജ് സമരത്തിനൊക്കെ ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ സാറ് ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. എന്നിട്ട് ഇപ്പോൾ സംഖ്യയാണ്, യദുവിനെ സംഖ്യയാക്കി. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഐസക് സാറിന് നല്ലോണം അറിയാം. തിയർ ഗ്യാസ് കഴിഞ്ഞ ഈ 2010-11 കോൺഗ്രസ് ഇരുന്ന സമയത്താണ്, ഓർമ്മ വേണ്ട, 2010 ഭയങ്കര 2010-11 ആ സമയം ഇങ്ങോട്ട് ബാക്കിലോട്ട് 10-11-12 ഈ സമയത്തിലൊക്കെ കോൺഗ്രസ് ഇരുന്ന സമയത്ത് ടിയർ ഗ്യാസ് വന്ന് ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് മക്കളെ തിരിച്ചെടുത്ത് എറിയടാന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് കാലുകൊണ്ട് തട്ടി എറിഞ്ഞിട്ട് നമുക്ക് കോളേജിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ പോലീസ് വളഞ്ഞ് നിന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ കോളേജിൻ്റെ ബാക്ക് മതിൽ ലൈബ്രറിയുടെ ആ സൈഡ് വഴി MLA ക്വാർട്ടേഴ്സിൻ്റെ അതുവഴി നമ്മൾ ഓടി വീട്ടിൽ പോയിട്ടുണ്ട് ബാഗൊക്കെ വച്ചിട്ട്. ആ കാലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരും. എന്നുവെച്ചാൽ നമ്മളെ ജീവിതം അങ്ങനെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ധനുവച്ചൊരു ITL ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ സമരത്തിന് മറ്റേ നമ്മുടെ ധനുവച്ചേര കോളേജിൽ പോവും. അവിടെ ഏത് പാർട്ടിയെന്നറിയാമല്ലോ, ഏത് പാർട്ടിയാണ് അറിഞ്ഞൂടെ? SFI അല്ല, ധനുവച്ചേര ITL SFIയും മറ്റവിടെ AVVP ആണ്. അപ്പോൾ അവിടെ നമ്മളിവിടെ സമരത്തിന് അങ്ങോട്ട് പോയി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ കേസല്ല, ഒരു 4000 കേസെങ്കിലും വന്നേനെ. നമ്മൾ ഇതിന് പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. പാർട്ടിയുടെ സമരത്തിനായാലും പരിപാടിക്കായാലും കോളേജിൽ വിദ്യാഭ്യാസ ജീവിതം എൻ്റെ പകുതി തീർന്നത് ഈ പാർട്ടി പരിപാടിയും കാര്യങ്ങളുമായിട്ടാണ്. എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. 3 വർഷം ഞാൻ പഠിച്ചിട്ട് എനിക്ക് 3 വർഷം ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് കോൺഗ്രസ് കഷ്ടകാലത്തിൽ കോൺഗ്രസ്സാണ് ഭരണത്തിലിരുന്നതായതുകൊണ്ട് എന്നും സമരവും വഴക്കും പരിപാടിയായിരുന്നു. എന്നും നമ്മളെ വിളിച്ചിറക്കി വെളിയിൽ കൊണ്ടുപോകുന്നു, പാർട്ടി പരിപാടിയൊക്കെ കൊണ്ടുപോകുന്നു, സമരം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കല്ലെറിയുന്നുണ്ട്. അപ്പോഴൊക്കെ നേതാക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ ആവശ്യമില്ല. അന്നിരുന്ന നേതാക്കളും നമ്മളെ സപ്പോർട്ട് ചെയ്ത നേതാക്കളും ഇപ്പോഴത്തെ മന്ത്രിമാരാണ്. സാറിനൊക്കെ നല്ല രീതിയിൽ നമ്മളറിയാം. ഇപ്പോൾ ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ MLA ആയിരുന്നപ്പോൾ ശിവൻകുട്ടി MLA ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ശിവൻകുട്ടി MLAയും വൈഫും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നിട്ട് അമ്മ ഇല്ല, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാക്കി അമ്മയും അച്ഛൻ്റെ അടുത്ത് വോട്ട് ചോദിച്ച് നമ്മളെ ഈ കുടുംബ വോട്ടുകൾ നമ്മൾ പാർട്ടി നോക്കൂല. ഇപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വ്യക്തികളെ നോക്കിയാണ് വോട്ടിടുന്നത്. അപ്പോൾ അങ്ങനെ വോട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ട്, BJPക്ക് കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന പാർട്ടി അങ്ങനെയൊന്നുമില്ല, ഒരു പാർട്ടിയല്ല. നമ്മൾ വ്യക്തികളെ നോക്കി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നോക്കിയിട്ടേ വോട്ട് കൊടുക്കുള്ളൂ. പക്ഷേ ഞാൻ നേരെ തലയിരിച്ചായിരുന്നു. ആദ്യം പാർട്ടിക്ക് മാത്രമേ കൊടുക്കുള്ളൂ തലയ്ക്ക് പിടിച്ചിരുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാതെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു വ്യക്തി, പേരെടുത്ത് പറയുന്നില്ല, അത് പിന്നെ അവർക്ക് ദോഷമാവും, പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ ഒരു മന്ത്രിയാണ്. അവിടുത്തെ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്കിങ്ങനെ ഒരു ജോലിയിൽ ഇതായി, അപ്രന്റീഷിപ്പാണ്, പക്ഷേ സ്ഥിരപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ ഇപ്പോൾ എവിടെ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് 3-ാം വർഷം എഴുതി കിട്ടിയില്ല സാറേ, അത് എഴുതിയെടുക്കാൻ അങ്ങനെ ഇങ്ങനെ നോക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനുശേഷം കല്യാണം കഴിഞ്ഞു, വിവാഹമായി, അങ്ങനെ ഡിവോഴ്സൊക്കെ ആയി, കുഞ്ഞിനെ നോക്കി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, പഠിക്കാനുള്ള ഇത് കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിടം പഠിക്കില്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ സഹായിക്കാറ്. ഇപ്പം നമ്മൾ പാർട്ടിയിൽ പോലും നീ ലോക്കൽ കമ്മിറ്റിയില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നതായിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഏരിയയിൽ ഒരു പാർട്ടിയിലും ഞാൻ ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല, വേണമെങ്കിൽ സാറിന് തിരക്കാം. ഞാൻ ഇവിടെ പ്രവർത്തിച്ച സാറിന് അറിയാമല്ലോ, ഞാൻ ഇവിടെ എൻ്റെ പകുതി ആയുസ്സും ഇവിടെ തീർന്നതാണ്. അപ്പോൾ അതാണ് അവസ്ഥ. നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വിപ്ലവ ഗാനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹരവുമാണ്. ഞാൻ ഇവിടെ ഉറച്ചിടും പാട്ട്. അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇത് ഈ പാട്ട് ജയിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. ഇവര് ഇതുപോലെ അതല്ലേ ഞാൻ പറഞ്ഞ പാവപ്പെട്ട തൊഴിലാളിക്കില്ലാത്ത നീതി കാറിൽ പോയ മാഡത്തിന് എന്താണ് നീതി കിട്ടേണ്ടത്? മാഡം തെറ്റ് ചെയ്തിട്ട് ഈ ക്രോസാനെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇത്രയും ദൂരം ഓടി വന്ന വണ്ടിയുടെ മുമ്പിൽ കിടന്ന സർക്കസും കാണിച്ചിട്ട് ഇവർ മദ്യപിച്ചെന്നോ ലഹരി പദാർത്ഥം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. ഞാൻ ഒരു കവർ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, ഞാനെന്തോ വലിയ മാരകമായിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ട് കളഞ്ഞു. വെറും നാരങ്ങ മുട്ടായി ഒരു മാരകമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ മാരക വസ്തു കണ്ടക്ടറിനും കൊടുത്തായിരുന്നു, കണ്ടക്ടർ തിന്നുകയും ചെയ്തു.
അപ്പോൾ അതായത് നാരങ്ങ മുട്ടായി കണ്ടക്ടർ തിന്നെങ്കിൽ അപ്പോൾ അവൻ അതും അവനും കഞ്ചാവ് യൂസ് ചെയ്തിരുന്നല്ലോ. കഞ്ചാവ് അവർ പറയുന്നത് എന്താണോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ വ്യക്തികളെ ചുമ്മാ ഹരാസ് ചെയ്യുക, അവനെ മോശക്കാരനാക്കുക. ഇനി ആ വണ്ടി ഓടാതെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? പ്രൈവറ്റ് ബസ്സിലൊക്കെ ധൈര്യമായിട്ട് വന്നോളാൻ പറഞ്ഞ് പോകാതെന്താണ്? ഞങ്ങളൊരു കാലത്തൊരു 5 പെമ്പിള്ളേരെ കയറ്റിയിട്ട് അല്ലെങ്കിൽ 2 സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും പയ്യന്മാർ വിഷയം ഉണ്ടാക്കിയിട്ട് വണ്ടി തടഞ്ഞിട്ട് അടിക്കുകയും ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 2 കൊടുക്കൂലേ? നമ്മളെ ദേഹം വേനെടുത്ത് കഴിഞ്ഞാൽ 1 കിട്ടിക്കഴിഞ്ഞാൽ 2 കൊടുക്കും. അവന്മാർ ഒരു 10 തന്നാൽ 2 നമ്മൾ കൊടുക്കൂലേ? അപ്പോൾ അവന്മാർ 10 തരണത് നമ്മൾ വാങ്ങിക്കണം, പോലീസ് തരണത് വാങ്ങിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാത്തതാണ്. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, പൈസ വേണം. നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകാൻ പറ്റൂലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ KSRTCയിൽ ഇപ്പോഴും സ്റ്റാഫാണ്. അവിടെ നിന്ന് പറഞ്ഞു നിയമപരമായിട്ട് അത് ഒന്നാമത്തെ കേസ് പറഞ്ഞു വിട്ടാലും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഒരിടത്തും പോകാത്തത്. ആളുകൾ പറഞ്ഞ എന്തുകൊണ്ട് പോകാത്ത ഇയാൾ പറയാം, പക്ഷേ എനിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കണം. ഇതിപ്പോൾ ജനങ്ങൾ ഇടപെടണം, ജനങ്ങളെ ഇറങ്ങി ഇടപെടുക, എൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളെ കൂടെ ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് കൂടെ ഉണ്ട് ശരി തന്നെ. ഇപ്പം ഞാനും ജനങ്ങളെ കൂടെ ഉണ്ട്, പക്ഷെ എനിക്ക് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും കേൾക്കുന്നില്ലല്ലോ. അവർക്ക് ജനങ്ങൾക്ക് ഒരിക്കലും അത് ഇറങ്ങി വരാൻ ഞാൻ ഇത്രത്തോളം മീഡിയയിലും ഇത്രത്തോളം വാർത്താ പ്രാധാന്യമായിട്ട് പോലും ഇവർ ആരും ജനങ്ങളെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേൾക്കുമെന്നാണ്. ഈ മേയർ നാളെ പറയണോ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു? ചെയ്യൂല. അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള പരാതികളും കേസും കോടതിയുമായിട്ട് ഇവർ ഇറങ്ങിക്കയറേണ്ടി വരും എന്നുള്ള പേടിയിലാണ് ഇവരിങ്ങനെ കള്ളി പിടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുക, ഇവരെ മാറ്റി നിർത്തണമെന്നാണ് ഞാൻ പറയണത്. ഇവരെ കൂട്ടി പിടിക്കും തോറും പാർട്ടിയുടെ മുഖം വികൃതമാവുകയാണ് ചെയ്യുന്നത്. അതേ എനിക്ക് പറയാനുള്ളൂ.